ഗായ്സ്, വെൽക്കം ടു ദി തേർഡ് ആൻഡ് ഫൈനൽ ഡേ ഓഫ് മൈ കാഞ്ഞിരപ്പള്ളി വ്ലോഗ്. ഓക്കെ, ഞാൻ നല്ല കിടിലം പ്രോക്രാസ്ട്രേറ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ലേറ്റ് ആയിട്ടാണ് ഈ വീഡിയോ കാണുന്നത്. എന്തോ ലേറ്റ് എന്ന വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ലേറ്റ് ആയിട്ടാണ് ഞാൻ എണീറ്റപ്പോൾ തന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു. പക്ഷെ എന്തിരുന്നാലും നല്ലൊരു ചായയും മസാല ദോശയൊക്കെ കഴിച്ചപ്പോൾ ഞാൻ സെറ്റായി. ഈ കാണുന്ന ചെടി ഞാൻ ഇവിടുന്ന് പൊക്കണമെന്ന് വിചാരിച്ചു, അതിനും എനിക്ക് മടിയായിരുന്നു. പിന്നെ ഞങ്ങൾ TV കണ്ടു, പിന്നെ വീണ്ടും തിന്നു. ഈ തിന്ന മന്തി എൻ്റെ മോനെ, ആദ്യത്തെ വായിൽ തന്നെ ഞാൻ സ്വർഗം കണ്ടു. ഞാൻ അത്ര മന്തി ഫാനൊന്നും അല്ലെങ്കിലും കിടിലനായിരുന്നു. എപ്പോഴും അങ്ങനെ ആയിരിക്കും. ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കുറച്ച് കലാപരിപാടികളാവും. എങ്കിൽ പിന്നെ നിങ്ങൾ അനുഭവിക്കും. മൂടായില്ലേ? ഈ ദമ്പതികൾക്ക് പുറമെ ഫയർ വരെ എഴുന്നേറ്റ് ഇന്ന് ഡാൻസ് കളിച്ചു എന്നാ കേട്ടെ. നിന്നോട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ വന്നോ? അങ്ങനെ കാഞ്ഞിരപ്പള്ളിയിൽ ഞങ്ങൾ എത്തിയ വിവരം ആ വീട് തല കീഴായി മറിച്ചിട്ട് ഞങ്ങൾ അങ്ങ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു മഴയായിരുന്നു. ഞങ്ങൾ ചെന്നതിൻ്റെ ഐശ്വര്യം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു കാറിൽ ഞങ്ങൾ ഇരുന്ന് കവൻസ് കുടിക്കുമ്പോഴും ചേട്ടൻ്റെ വായിൽ നിന്ന് വരുന്ന കോമഡി കേട്ടിട്ട് ഞാൻ അങ്ങ് ഇരുന്ന് തുള്ളായിരുന്നു ഗൈസ്. കാരണം നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ല, അത്രയും നല്ല കോമഡി ആയിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ തിന്നലാണ് ആഭ്യന്തരികമായിട്ടുള്ള ഘടകം. അങ്ങനെ നമ്മൾ കഴിച്ചു. ഇത് ചേട്ടൻ സ്പെഷ്യൽ ചീസി നൂഡിൽസ് ആയിരുന്നു, ഹിപ്പി നൂഡിൽസ്. സോ അങ്ങനെ അത് മകത്താക്കി. പിന്നെ തയ്യപ്പക്കൂട്ടം കുടിക്കുന്ന കണ്ടു. ഈ സാധനമായിരുന്നു അടുത്തായിട്ട്. ഞങ്ങൾക്ക് ഇവിടെ സ്നേഹത്തോടു കൂടി വിളമ്പി തരാൻ ചേച്ചിയുടെ ചിരി കണ്ടില്ലേ? ഇതുപോലെ കൊണ്ടുവന്ന് തരാനായിരുന്നു ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ആ ഇരുട്ടത്ത് അമ്പിളിമാമനെ നോക്കിക്കൊണ്ട് കൂരൂർ കാട്ടിൽ നിൻ്റെ അച്ഛനുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അമ്പിളിമാമനായതുകൊണ്ട് എന്തൊക്കെ വിളിച്ചില്ല. പിന്നെ ഒരു സർവമായ മൂവിയൊക്കെ കണ്ടങ്ങ് അവസാനിപ്പിച്ചു.